തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗത്ത് നിന്ന് കഷ്ടിച്ച് 20 കിലോമീറ്റർ മാത്രം അകലെ നെയ്യാറ്റിൻകര താലൂക്കിലെ മാറനല്ലൂർ എന്ന ഗ്രാമപ്രകൃതിയുടെ ശാന്തതയിൽ കാലപ്പഴക്കത്തിൻ്റെ തനിമയോടെ തലയുയർത്തി നിൽക്കുന്ന ഒരു പുണ്യസങ്കേതമുണ്ട്. അരുവിക്കര ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. അരുവിക്കര എന്ന പേര് കേൾക്കുമ്പോൾ സമീപ പ്രദേശത്തുള്ള ഡാമുകളുമായി തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ടെങ്കിലും നെയ്യാറിൻ്റെ ഓരം ചേർന്ന് ഗ്രാമീണ സൗന്ദര്യം തുളുമ്പുന്ന മാറനല്ലൂരിലാണ് ഈ ചരിത്ര സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൻ്റെ പുരാതന വാസ്തുവിദ്യയുടെയും ആചാരങ്ങളുടെയും തനിമ വിളിച്ചോതുന്ന ഈ ക്ഷേത്ര സമുച്ചയം പുരാവസ്തു ഗവേഷകർക്കും ചരിത്രാന്വേഷകർക്കും ഒരുപോലെ വിസ്മയം നൽകുന്ന ഒരു നിധിപേടകമാണ്. സംസ്ഥാന പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഈ ക്ഷേത്രത്തിന് ഏകദേശം 2000 വർഷത്തിലധികം പഴക്കമുണ്ട് എന്നാണ് പുരാവസ്തു ഗവേഷകരുടെ പ്രാഥമിക നിഗമനം. ഈ ചരിത്രപരമായ പ്രാധാന്യം തന്നെയാണ് അരുവിക്കര ശാസ്താക്ഷേത്രത്തെ കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വേറിട്ട് നിർത്തുന്നത്. അരുവിക്കര ക്ഷേത്രത്തിൻ്റെ അത്ര എളുപ്പം കണ്ടെത്താനാകാത്ത ചരിത്ര വഴികൾ, വാസ്തുവിദ്യാപരമായ പ്രത്യേകതകൾ, ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയായ പൂർണ്ണാപുഷ്കലാസമേതനായ ഗൃഹസ്ഥശാസ്താവിൻ്റെ സങ്കല്പം, അതുമായി ബന്ധപ്പെട്ട അദ്വിതീയമായ ആചാരങ്ങൾ, പ്രാദേശിക ഐതിഹ്യങ്ങൾ, സാംസ്കാരിക പ്രാധാന്യം എന്നിവ ആഴത്തിൽ പരിശോധിക്കാം. മാറനല്ലൂർ അരുവിക്കര ക്ഷേത്രത്തെക്കുറിച്ച് സാധാരണയായി പറയപ്പെടുന്നത് ഇതിൻ്റെ നിർമ്മാണം 16-ാം നൂറ്റാണ്ടിൽ നടന്നുവെന്നാണ്. എന്നാൽ ഈ സങ്കേതത്തിനുള്ളിൽ നടത്തിയ പുരാവസ്തു പഠനങ്ങളും ശാസ്താംപാറയിൽ കണ്ടെത്തിയ ശിലാലിഖിതങ്ങളും ക്ഷേത്രത്തിൻ്റെ വാസ്തുവിദ്യാപരമായ ശൈലിയും സൂചിപ്പിക്കുന്നത് ഈ ക്ഷേത്ര സമുച്ചയത്തിൻ്റെ വേരുകൾ അതിലും എത്രയോ പഴക്കമുള്ളതാണെന്നാണ്. ചില ഗവേഷകർ ഇതിന് ഏകദേശം 2000 വർഷത്തോളം പഴക്കം കണക്കാക്കുന്നു. പുരാവസ്തു വകുപ്പിൻ്റെ കണക്കനുസരിച്ച് ഈ കാലപ്പഴക്കം ഒരുപക്ഷെ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകളിൽ ഒന്നിൻ്റെ മാത്രം നിർമ്മാണകാലമാകാം. എന്തായിരുന്നാലും പുരാവസ്തു വകുപ്പ് സംരക്ഷിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ വാസ്തുവിസ്മയങ്ങളിൽ ഒന്നാണിത് എന്ന വസ്തുത അതിൻ്റെ ചരിത്രപരമായ മൂല്യം അടിവരയിടുന്നു. ക്ഷേത്രത്തിൻ്റെ പ്രാചീനതയ്ക്ക് അടിവരയിടുന്ന നിർണായകമായ തെളിവുകൾ ശാസ്താംപാറയിൽ നിന്ന് ലഭിച്ച ശിലാലിഖിതങ്ങളാണ്. ഈ ലിഖിതങ്ങൾ അക്കാലത്തെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് വെളിച്ചം വീശുന്നു. കൂടാതെ ക്ഷേത്രത്തിൻ്റെ ചുവരുകളിലും മറ്റുമുള്ള വ്യാളീമുഖങ്ങളുടെ കൊത്തുപണികൾ ശ്രദ്ധേയമാണ്. പുരാതന ജന്തുക്കളുടെ രൂപങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന ഈ കൊത്തുപണികൾ ആ കാലഘട്ടത്തിലെ പ്രാദേശികമായ കലാസങ്കേതങ്ങളുടെ സാക്ഷ്യപത്രമാണ്. നിരവധി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രം ഇന്ന് സംസ്ഥാന പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷിത സ്മാരകമാണ്. കാലത്തിൻ്റെ തേയ്മാനത്തിൽ നിന്നും നശീകരണ പ്രവണതകളിൽ നിന്നും ഈ പുണ്യസങ്കേതത്തെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ചരിത്ര സ്മാരകത്തിന് കേടുപാടുകൾ വരുത്തുന്നവർക്കെതിരെ ജില്ലാ കളക്ടർ തലത്തിൽ കർശന നടപടികൾ സ്വീകരിക്കുമെന്നുള്ള മുന്നറിയിപ്പ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളമെന്ന് വ്യക്തമാക്കുന്നു. അരുവിക്കര ശ്രീ ധർമ്മശാസ്താ ക്ഷേത്ര സമുച്ചയത്തെ കേരളീയ വാസ്തുവിദ്യാ ചരിത്രത്തിലെ ഒരു അപൂർവമായ ഏടായി കണക്കാക്കാം. ഒരൊറ്റ ചുറ്റമ്പലത്തിനുള്ളിൽ 3 പ്രധാന ക്ഷേത്രങ്ങൾ ഒരുമിച്ച് സ്ഥിതി ചെയ്യുന്നു. ഇതാണ് ഇവിടുത്തെ പ്രധാന പ്രത്യേകത. ഈ 3 ക്ഷേത്രങ്ങളും വാസ്തുവിദ്യയിൽ വ്യത്യസ്തമായ ശൈലികളാണ് പിന്തുടർന്നിട്ടുള്ളത്. ഈ ക്ഷേത്ര സമുച്ചയത്തിൽ വിഷ്ണു, ശിവപാർവതി, ശ്രീ ധർമ്മശാസ്താവ് എന്നീ പ്രതിഷ്ഠകളാണ് പ്രധാനമായുമുള്ളത്. പടിഞ്ഞാറ് ദിശയിലേക്ക് ദർശനമായി കുടികൊള്ളുന്ന ശ്രീ മഹാവിഷ്ണു ഇവിടെ ഉപദേവനല്ല, മറിച്ച് ശാസ്താവിനൊപ്പം തുല്യ പ്രാധാന്യത്തോടെ പൂജിക്കപ്പെടുന്ന പ്രധാന ദേവനാണ്. ക്ഷേത്രം വൃത്താകൃതിയിലുള്ള നിർമ്മാണ മാതൃകയാണ്. കല്ലിൽ കൊത്തിയെടുത്ത മഹാവിഷ്ണു വിഗ്രഹം അതിൻ്റെ തനതായ കരകൗശലത്തിന് പേര് കേട്ടതാണ്. ഇവിടെയുള്ളത് വിശ്വരൂപ ദർശനമാണ്. ശിവപാർവതി ക്ഷേത്രവും വൃത്താകൃതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. പാർവതീ സമേതനായ പരമശിവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ.
പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണയിലുള്ള ഈ ധർമ്മശാസ്താ ക്ഷേത്രമാണ് ഈ കൂട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രത്യേകതയുള്ളതും. കേരളത്തിലെ ക്ഷേത്രങ്ങൾക്കിടയിൽ വളരെ വിരളമായ ഗജപൃഷ്ഠാകൃതിയിൽ ആണ് ഈ ശ്രീകോവിൽ നിർമ്മിച്ചിട്ടുള്ളത്. ഗജപൃഷ്ഠാകൃതിയിൽ സംസ്ഥാന പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണയിലുള്ള കേരളത്തിലെ ഏക മഹാക്ഷേത്രമാണ് ഇതെന്നും പറയപ്പെടുന്നു. വൃത്താകൃതിയിലുള്ള ശ്രീകോവിലുകൾ ദ്രാവിഡ കേരളീയ വാസ്തുവിദ്യയുടെ ഒരു പ്രധാന സവിശേഷതയാണ്. എന്നാൽ ശാസ്താക്ഷേത്രത്തിന്റെ ഗജപൃഷ്ഠാകൃതി പല്ലവ ചോള വാസ്തുശൈലികളിൽ കാണുന്ന പ്രത്യേകതയാണ്. ഇത് ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് പിന്നിൽ ഒരുപക്ഷെ തെക്കൻ തമിഴ്നാടുമായി ബന്ധമുള്ള ശില്പികളോ വാസ്തുവിദഗ്ധരോ പ്രവർത്തിച്ചിരിക്കാമെന്ന നിഗമനത്തിലേക്ക് നയിക്കുന്നു. 2000 വർഷത്തിലേറെ പഴക്കമുള്ളതും കേരളത്തിൽ തന്നെ വളരെ അത്യപൂർവമായിട്ടുള്ളതുമായിട്ടുള്ളൊരു മഹാക്ഷേത്രമാണ്. പൂർണ്ണയും പുഷ്കലയും. പൂർണ്ണയ്ക്കും പുഷ്കലയ്ക്കും മധ്യേ ശ്രീ ധർമ്മശാസ്താവ് ധ്യാനരൂപത്തിൽ വിരാജിക്കുന്ന മഹാക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിലെ പൂജാവിധാനങ്ങളും ആരാധനാ രീതികളുമൊക്കെ മറ്റു ക്ഷേത്രത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ്. വിശ്വരൂപത്തിലുള്ള മഹാവിഷ്ണു ക്ഷേത്രമുണ്ട്. എല്ലാ അലങ്കാര ആഭരണ ആയുധ വിഭൂഷണങ്ങളോടും കൂടിയ ശ്രീ മഹാവിഷ്ണു വിശ്വരൂപത്തിൽ വിരാജിക്കുന്ന ഒരു മഹാക്ഷേത്രം കൂടിയാണ് ഇവിടെ. വ്യാഴാഴ്ച തോറും സൽസന്താന ഭാഗ്യത്തിനായിട്ടും തൊഴിൽ ലബ്ധിക്കായിട്ടും സർവ്വ ദുഃഖങ്ങളും ദുരിതങ്ങളുമായിട്ടും രോഗശാന്തിക്കും ഒക്കെയായിട്ട് ധാരാളം ഭക്തജനങ്ങളെ ആരാധിച്ചു വരുന്നു. അരുവിക്കര ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തെ മറ്റെല്ലാ ശാസ്താക്ഷേത്രങ്ങളിൽ നിന്നും വിശിഷ്യ ശബരിമല പോലെയുള്ള മറ്റിടങ്ങളിൽ നിന്നും വേർതിരിക്കുന്നത് ഇവിടുത്തെ ഗൃഹസ്ഥശാസ്താ സങ്കല്പമാണ്. ശബരിമലയിൽ ബ്രഹ്മചാരി സങ്കല്പത്തിലാണ് അയ്യപ്പൻ കുടികൊള്ളുന്നത് എങ്കിൽ അരുവിക്കരയിൽ ധർമ്മശാസ്താവിൻ്റെ പത്നിമാരായ പൂർണ്ണയോടും പുഷ്കലയോടും കൂടിയാണ് കുടികൊള്ളുന്നത്. തെക്കൻ കേരളത്തിലെ ഏക പൂർണ്ണാപുഷ്കല സമേതനായ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രമാണിത്. പൂർണ്ണ എന്നാൽ പൂർണ്ണത, അറിവ്, തികവ് എന്നിവയെ സൂചിപ്പിക്കുന്നു. പുഷ്കല എന്നാൽ അഭിവൃദ്ധി, സമ്പത്ത്, സമൃദ്ധി എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. പൂർണ്ണാപുഷ്കല സമേതനായ ധർമ്മശാസ്താവിനെ ആരാധിക്കുന്നവർക്ക് ജീവിതത്തിൽ സമ്പൂർണമായ ജ്ഞാനവും അഭിവൃദ്ധിയും കൈവരും എന്നാണ് വിശ്വാസം. ഈ സങ്കല്പം ശാസ്താവിൻ്റെ ജീവിതത്തിലെ ഒരു പ്രത്യേക ഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. കുടുംബസ്ഥനായ ശാസ്താവ് ഈ അപൂർവമായ പ്രതിഷ്ഠാ സങ്കല്പം തന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും പ്രാധാന്യവും. അരുവിക്കരയിലെ ധർമ്മശാസ്താവ് ഒരു സാധാരണ അയ്യപ്പ സങ്കല്പത്തിൽ നിന്ന് വ്യത്യസ്തമായി ശൈവ വൈഷ്ണവ രൂപം ഉൾക്കൊള്ളുന്നു. ശാസ്താവ് പരമശിവന്റെയും വിഷ്ണുവിൻ്റെ മോഹിനിയുടെയും പുത്രനാണ് എന്നുള്ള പുരാണ കഥകളിൽ നിന്ന് ഉടലെടുക്കുന്നതാണ് ശൈവഭാവം. ഇവിടുത്തെ ശിവപാർവതി പ്രതിഷ്ഠ ഈ ശൈവബന്ധത്തെ ശക്തിപ്പെടുത്തുന്നു. ശാസ്താവിനൊപ്പം തുല്യ പ്രാധാന്യത്തോടെ മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നു എന്നത് ധർമ്മശാസ്താവിൻ്റെ വൈഷ്ണവഭാവത്തിന് അടിവരയിടുന്നു. ശൈവവും വൈഷ്ണവവുമായ ഭാവങ്ങൾ ഒരേപോലെ സംയോജിപ്പിച്ചുകൊണ്ട് ഭക്തർക്ക് പൂർണ്ണതയും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്ന ഒരു സങ്കേതമായി അരുവിക്കര നിലകൊള്ളുന്നു. അരുവിക്കര ക്ഷേത്രത്തിലെ ആചാരങ്ങൾ അതിൻ്റെ പുരാതനമായ പശ്ചാത്തലത്തിന് അനുസൃതമായി വളരെ സവിശേഷമായവയാണ്. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായതും അപൂർവവുമായ ആചാരപരമായ പ്രത്യേകത ഗർഭഗൃഹത്തിനുള്ളിലെ ധർമ്മശാസ്താ പ്രതിഷ്ഠയ്ക്ക് അഭിഷേകങ്ങളോ പൂജകളോ നടത്താറില്ല എന്നതാണ്. പകരം ഈ പൂജാകർമ്മങ്ങളെല്ലാം ശ്രീകോവിലിന് പുറത്തായി സ്ഥാപിച്ചിട്ടുള്ള ഒരു കണ്ണാടി ബിംബത്തിലാണ് നടത്തുന്നത്. ഇത് ഒരു പള്ളിയറ സങ്കല്പം എന്ന രീതിയിലാണ് കണക്കാക്കപ്പെടുന്നത്. ധർമ്മശാസ്താവ് തൻ്റെ പത്നിമാരോടൊപ്പം സ്വകാര്യമായി വാഴുന്ന ഒരു പള്ളിയറയായാണ് ഗർഭഗൃഹത്തെ സങ്കല്പിക്കുന്നത്. അതിനാൽ ആ സങ്കല്പത്തിൻ്റെ പവിത്രതയും സ്വകാര്യതയും നിലനിർത്താൻ അകത്ത് പൂജകൾ ഒഴിവാക്കുന്നു. ഭഗവാനെ പുറത്ത് ആവാഹനം ചെയ്ത ശേഷം കണ്ണാടി ബിംബത്തിൽ പൂജകൾ അർപ്പിക്കുന്നു. ഈ പള്ളിയറ സങ്കല്പം ക്ഷേത്രത്തിൻ്റെ ഗൃഹസ്ഥശാസ്താവ് എന്ന ഭാവത്തിന് കൂടുതൽ മിഴിവേകുന്നു. ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെ ഒഴുകുന്ന നെയ്യാറിന് ഒരു പ്രത്യേകതയുണ്ട്.
പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നെയ്യാർ നദി ക്ഷേത്രത്തിന്റെ മുന്നിൽ എത്തുമ്പോൾ തെക്ക് ദിശയിലേക്ക് ഗതിമാറി ഒഴുകുന്നതായി കാണപ്പെടുന്നു. ഈ പ്രതിഭാസം ക്ഷേത്രത്തിന്റെ ദിവ്യത്വവുമായാണ് ബന്ധപ്പെടുത്തുന്നത്. പുഴ പോലും ഭഗവാന് മുന്നിൽ ഭവ്യതയോടെ വഴിമാറുന്നു എന്നൊരു വിശ്വാസം ഇതിനു പിന്നിലുണ്ട്. ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് എല്ലാ ശനിയാഴ്ചകളിലും നടക്കുന്ന നീരാഞ്ജനം. ഗൃഹസ്ഥശാസ്താവിനെ പ്രീതിപ്പെടുത്താനും ശനിദോഷങ്ങൾ അകറ്റാനും ഇത് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു. 5 ദിവസം നീണ്ടു നിൽക്കുന്ന പൈങ്കിനി ഉത്സവം ഇവിടുത്തെ പ്രധാന വാർഷിക ഉത്സവമാണ്. വൃശ്ചികം 1 തുടങ്ങി മണ്ഡലകാലം ആഘോഷിക്കുന്നു. മകരമാസത്തിൽ മകരവിളക്ക് മഹോത്സവവും ഇവിടെ നടക്കുന്നു. നെയ്യാറ്റിൻകരയിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് അരുവിക്കരയെ വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ ആത്മീയ പ്രാധാന്യം മാത്രമല്ല, നെയ്യാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രകൃതിരമണീയമായ സ്ഥാനവും കൂടിയാണ്. കർക്കിടകവാവ് ബലിതർപ്പണത്തിന് അരുവിക്കര ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ്. നെയ്യാറിൻ്റെ തീരത്ത് പൂർണ്ണാപുഷ്കല സമേതനായ ശാസ്താവിൻ്റെ സാന്നിധ്യത്തിൽ ബലിതർപ്പണം നടത്തുന്നത് പിതൃക്കൾക്ക് മോക്ഷം നൽകുമെന്നാണ് വിശ്വാസം. കറുത്തവാവ് ദിനത്തിൽ ആയിരക്കണക്കിന് ഭക്തരാണ് പിതൃതർപ്പണത്തിനായി ഇവിടെ എത്തുന്നത്. കേരളത്തിലെ പുണ്യനദിക്കരകളിലെ പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ ഒന്നായി അരുവിക്കരയെ ഇത് അടയാളപ്പെടുത്തുന്നു. നെയ്യാറിൻ്റെ തീരത്തായിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നെയ്യാർ ഇവിടെ പ്രശാന്തമായി ഒഴുകുന്നു. ക്ഷേത്രത്തിൽ എത്തുന്നവർക്ക് പഴയ ഒരു പാലവും ചെറുവെള്ളച്ചാട്ടങ്ങളും നെയ്യാറിൻ്റെ മനോഹരമായ കാഴ്ചകളും ആസ്വദിക്കാനാകും. തിരുവനന്തപുരം നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് മാറി തികച്ചും ഗ്രാമീണമായ അന്തരീക്ഷമാണ് ഇവിടെയുള്ളത്. ഈ ഗ്രാമീണത ഭക്തർക്ക് ശാന്തമായ അനുഭവം പ്രദാനം ചെയ്യുന്നു. അരുവിക്കര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിരവധി ഐതിഹ്യങ്ങൾ പ്രചാരത്തിലുണ്ട്. പ്രാദേശികമായ നാട്ടുരാജാക്കന്മാർ അല്ലെങ്കിൽ പ്രബലരായ ഊരാളന്മാർ ഇവരുടെ സംഭാവനകളെക്കുറിച്ചുള്ള കഥകളാണ് അവയിൽ പ്രധാനം. ഈ ക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടത് ഒരു അർപ്പണത്തെ തുടർന്നാണ് എന്നും വിശ്വാസമുണ്ട്. അരുവിക്കര ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം കേരളത്തിൻ്റെ ചരിത്രത്തെയും വാസ്തുവിദ്യയെയും വിഭിന്നമായ ആചാരങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ഒരു സാംസ്കാരിക കേന്ദ്രമാണ്. 2000 വർഷത്തിലധികം പഴക്കമുണ്ട് എന്ന് കരുതപ്പെടുന്ന ഈ ഗജപൃഷ്ഠാകൃതിയിലുള്ള മഹാക്ഷേത്രം ദക്ഷിണ കേരളത്തിലെ അപൂർവമായ നിധി തന്നെയാണ്. പൂർണ്ണാപുഷ്കല സമേതനായി ഗൃഹസ്ഥശാസ്താവ് കുടികൊള്ളുന്ന ഈ പുണ്യസങ്കേതം ഭക്തർക്ക് പൂർണ്ണതയുള്ള ജ്ഞാനവും അഭിവൃദ്ധിയും നൽകുന്നു എന്ന വിശ്വാസം കൂടുതൽ പേരെ ഇവിടേക്ക് ആകർഷിക്കുന്നു. ഗർഭഗൃഹത്തിലെ കണ്ണാടി ബിംബത്തിലെ പൂജാവിധികൾ, നെയ്യാറിൻ്റെ ഗതിമാറിയുള്ള പ്രവാഹം, ത്രിമൂർത്തികളുടെ സങ്കല്പം എന്നിവയെല്ലാം അരുവിക്കര ക്ഷേത്രത്തിന് പ്രത്യേക സ്ഥാനം നൽകുന്നു. നെയ്യാറിൻ്റെ ശാന്തതയും മാറനല്ലൂരിൻ്റെ ഗ്രാമീണ സൗന്ദര്യവും പുരാതനമായ ഈ ക്ഷേത്രത്തിൻ്റെ വാസ്തുവിസ്മയവും ഓരോ സന്ദർശകനെയും ചരിത്രത്തിൻ്റെ ഒഴുക്കിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അറിവും സമ്പത്തും നൽകുന്ന ഗൃഹസ്ഥശാസ്താവിൻ്റെ അനുഗ്രഹം തേടി എത്തുന്നവർക്ക് അരുവിക്കര ക്ഷേത്രം ശാന്തിയും സമാധാനവും നൽകുന്ന പുണ്യഭൂമിയായി എന്നെന്നും നിലനിൽക്കും.